ഹലോ ഗൈസ്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലേക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന MTS പോലുള്ള പോസ്റ്റിലേക്കുള്ള വേക്കൻസിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കവിടെ കാണാൻ സാധിക്കും CSIR, അതായത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2026 വരെയാണ്. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നെയിം ഓഫ് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതായത് MTS ആണ്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 9 വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 4 വേക്കൻസി, EWS 1, OBC 2, SC 1, ST 1, അങ്ങനെ ടോട്ടൽ 9 വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഇനി ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിനായിട്ട് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 1 ആണ്. അതായത് 33,375 രൂപയാണ് സാലറി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ 25 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവർ ആണ്, അതായത് നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ്. ടോട്ടൽ ഒരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്, അതും അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് LMV ലൈസൻസും അതുപോലെ തന്നെ HMV ലൈസൻസും വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോളജ് ഇൻ മോട്ടോർ മെക്കാനിസവും അതുപോലെ തന്നെ 3 വർഷത്തെങ്കിലും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും മിനിമം 10ാം ക്ലാസ് യോഗ്യതയും വേണമെന്നാണ് ഈ ഒരു പോസ്റ്റിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിനായിട്ട് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. അതായത് 36,700 രൂപയാണ് സാലറി പറയുന്നത്. സോ അതുപോലെ തന്നെ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് OBC, ജനറൽ, EWS കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ SC, ST വുമൺ കാൻഡിഡേറ്റ്സിന് യാതൊരു ആപ്ലിക്കേഷൻ ഫീസും ഇവിടെ ചോദിക്കുന്നില്ല. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈൻ വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.